ഈ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവ് ഹീരാബെൻ മോദിയെയും അധിക്ഷേപിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജാൻമണി രംഗത്ത് വന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലാണ് ജാൻമണി പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അപമാനിക്കുന്ന രീതിയിൽ വളരെ മോശമായ പരാമർശം നടത്തിയത്. വീഡിയോയിൽ പ്രധാനമന്ത്രിയുടെ പിതാവായ ദാമോദർദാസ് മുൽചന്ദ് മോദിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതായത് 1947 നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചുവെന്നും മോദി ജനിക്കുന്നത് 1950 ജാൻമണി പറഞ്ഞിരുന്നു. ഫസ്റ്റ് അയാൾ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെയാണ് ജാൻമണിയുടെ വിവാദമായ ആ വാക്കുകൾ. 1989 74 വയസ്സുള്ള ദാമോദർദാസ് മുൽചന്ദ് മോദി അന്തരിക്കുന്നത്. ക്യാൻസർ ബാധയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. പിന്നീട് 2022 പ്രധാനമന്ത്രിയുടെ മാതാവ് അന്തരിച്ചത്. രഞ്ജിനി ഹൈരാസിന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി അവർക്കൊപ്പമാണ് ഡൽഹിയിൽ നടന്ന CJP സമരത്തിൽ പങ്കെടുത്തത്. മാതാപിതാക്കളെ അധിക്ഷേപിച്ചതിന് പുറമെ പ്രധാനമന്ത്രിയെയും ഇവർ ഒരു വീഡിയോയിൽ വ്യക്തിപരമായി അവഹേളിക്കുന്നുണ്ട്. പാതിരാത്രി ലൈവ് വീഡിയോയിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുണ്ടിനടിയിൽ തമ്പാക്ക് വെച്ചിരുന്നതായും ഇവർ അധിക്ഷേപിച്ചിരുന്നു. നരേന്ദ്രമോദിയുടെ മാതാവിനെ അധിക്ഷേപിച്ച ജാൻമണിക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് BJP നേതാവും അഭിഭാഷകനുമായ ശങ്കുട്ടി ദാസ് രംഗത്ത് വന്നിരുന്നു. ജാൻമണിയുടെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുന്നതിനായി അദ്ദേഹം നിയമപരമായ പരാതിയുടെ മാതൃക തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അന്തരിച്ച മാതാവിനെതിരെ നടത്തിയത് ഗുരുതരവും സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്നതുമായ അധിക്ഷേപമാണെന്ന് ആ പരാതിയിൽ വ്യക്തമാക്കും. ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, IT ആക്ട് എന്നിവയിലൂടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം ജാൻമണിക്കെതിരെ കേസെടുക്കാൻ നിയമപരമായി സാധിക്കുമെന്ന് ശങ്കുട്ടിദാസ് പറയുന്നു. പൊതുസ്ഥലങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വ്യക്തിഗത അധിക്ഷേപങ്ങളും വർഗീയ വിദ്വേഷവും പടർത്തുന്ന പ്രസ്താവനകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം. ശങ്കുട്ടിദാസ് തയ്യാറാക്കിയ ഈ പരാതിയുടെ മാതൃക അടിസ്ഥാനമാക്കി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും വ്യാപകമായി പരാതി നൽകാൻ BJP യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുൽ ഫേസ്ബുക്കിലൂടെ ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പരാതിയായ മാതാവിനുമെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജാൻമണി. സംഭവത്തിന് പിന്നാലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ഫോണിൽ വിളിച്ച് ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് പുതിയ വീഡിയോയിൽ കണ്ണീരോടെ ജാൻമണി പറയുന്നുണ്ട്. തനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്നും ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കി. സംസാരിക്കുന്നതിനിടയിൽ വന്ന പിഴവാണെന്നും അതിന് എല്ലാവരോടും ഞാൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ അച്ഛൻ, അമ്മ എന്നിവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കി അപമാനിക്കുന്നത് ഒരാൾക്കും ചേർന്നൊരു പണിയല്ല. മോദിയുടെ നിലപാടുകളിൽ പ്രതികരിക്കാം, പരിഹസിക്കാം. എന്നാൽ അത് അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയെങ്കിൽ ജാൻമണി അതിന് നിയമത്തിന്റെ മുന്നിൽ ഉത്തരം പറയുക തന്നെ വേണം. പ്രധാനമന്ത്രി തമ്പാക്ക് തിന്നുന്നു എന്ന് കൈകൊണ്ടുള്ള ആക്ഷൻ അടക്കം കാണിച്ചതൊക്കെ കയ്യടി മേടിക്കാൻ നല്ലതാണ്. പക്ഷേ ആ അധിക്ഷേപത്തിനൊക്കെ ജാൻമണി വലിയ വില തന്നെ നൽകേണ്ടി വരും.